ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെന്ന പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബെഞ്ചാറസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെന്നയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹെന്ന പൗഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ തൈരും എഗ് വൈറ്റും ബീട്രൂട്ടിൻ്റെ ജ്യൂസും പിന്നെ എൻ്റെ ഒരു ലെമൺ ഉണ്ടായിരുന്നില്ല. ലെമൺ ഉണ്ടെങ്കിൽ അതൊരു അരഭാഗം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച ചായമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം നീണ്ടു പോവാതെ നല്ലൊരു കുറുക്ക് രൂപത്തിൽ നമ്മൾ എടുക്കണം കേട്ടോ. അധികം വെള്ളമായി പോകരുത്. അപ്പം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ മേത്ത് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഹെന്ന എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ഹെയർ കണ്ടീഷൻ ചെയ്യാനായിട്ടും ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതൊരു നാച്ചുറൽ ഡൈയും കൂടിയാണല്ലോ. എനിക്ക് ഗ്രേ ഹെയർസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെ എഗ്ഗ് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്ട്രാൻഡ് അതായത് മുടിയിഴകളുടെ സ്ട്രെങ്തൻ കൂട്ടാനും ഹെയർ ഫാൾ കുറയ്ക്കാനും ബ്രേക്കേജ് കുറയ്ക്കാനും അതുപോലെ നമുക്കൊരു ഷൈനിങ് തരാനൊക്കെ എഗ്ഗ് വൈറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ബീട്രൂട്ട് ജ്യൂസിൽ അയണും പൊട്ടാഷ്യം ഫോളേറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഫോളിക്കിൾസിൻ്റെ സ്ട്രെങ്തൻ ഉറപ്പാക്കാൻ നമുക്കത് നല്ലതാണ്. അതേപോലെ അതും ഒരു നാച്ചുറൽ ഡൈ ആണ്. പിന്നെ ബ്ലഡ് സർക്കുലേഷനും ഇമ്പ്രൂവ് ചെയ്യും. റിപ്പയർ ഡാമേജൊക്കെ നമുക്ക് കുറയ്ക്കാം കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസ് കൊണ്ട്. പിന്നെ കേർഡ് എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ കണ്ടീഷണറാണ്. അതേപോലെ ഡൺഡ്രഫ് കുറയ്ക്കും. പിന്നെ അതും ഒരു ഷൈനിങ് എഫക്റ്റ് നമുക്ക് നമ്മുടെ മുടിയിൽ കൊണ്ടുവരും. പിന്നെ ലെമൺ ജ്യൂസും എനിക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത്. അതും നമുക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനും ഷൈനും തരാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ടീയും നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക, ഹെയർ ഫാൾ കുറയ്ക്കാനും ഷൈനിങ്ങിനും സ്മൂത്തിങ്ങിനും ഒരു സ്മൂത്ത് ആയിട്ട് കിടക്കാനും ഗ്രോത്തിനും എല്ലാത്തിനും ഈ ടീയും അതായത് ടീ വാട്ടറും നല്ലതാണ്. അപ്പോൾ ഞാൻ പണ്ട് നമ്മൾ എന്താ പറയുക ഹെന്ന ഉപയോഗിച്ചതിന് ശേഷം ഒരു നീലാമരിപ്പൊടി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ കറുക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസിൽ കണ്ടു. പക്ഷേ എനിക്കത് വർക്കായിട്ടില്ല കേട്ടോ. അങ്ങനെ നീലാമരിപ്പൊടി കൂടി ഉപയോഗിച്ചിട്ട് മുടി കറുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഹെന്ന ചെയ്തിട്ടുള്ള ആ മുടിയിൽ നീലാമരിപ്പൊടി ഉപയോഗിച്ചിട്ട് കറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹെന്നയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ ഗ്രേ ഹെയർ മാറാൻ വേണ്ടി പാർലറിൽ പോയി ബ്ലാക്ക് ഹെന്ന ഒരു 3 തവണ ചെയ്തു. അതിനുശേഷം കൂടിയതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.